ഹായ്, ഞാൻ ഡോക്ടർ രാകേഷ്, പീഡിയാട്രിക് ന്യൂറോളജിസ്റ്റാണ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ സ്കൂൾ കുട്ടികൾക്കിടയിലുള്ള അൺഹെൽത്തി സ്നാക്കിങ്ങിനെ കുറിച്ചാണ്. അതായത് നമ്മുടെ സ്നാക്സ് ആയിട്ട് അൺഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുപോകുന്ന ഒരു ട്രെൻഡിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ പലപ്പോഴും നമ്മുടെ പേരൻസ് തന്നെയാണ് നമ്മുടെ ജോലി എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ബേക്കറി സാധനങ്ങളും ബിസ്ക്കറ്റും അതുപോലെ കേക്കും ഒക്കെ കൊടുത്തു വിടുന്നത്. അതുപോലെ തന്നെ ഈ സ്കൂൾ പിള്ളേർ പരസ്യത്തിലൊക്കെ നമ്മുടെ ബിസ്ക്കറ്റിൻ്റെയും കേക്കിൻ്റെയും കളർഫുൾ ആയിട്ടുള്ള പരസ്യം കണ്ട് അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസും അവർക്കിടയിലുണ്ട്. അപ്പോൾ അങ്ങനെ അതൊരു നോർമൽ ശീലം അല്ലെങ്കിൽ നോർമൽസി ആയി മാറിക്കഴിഞ്ഞിരിക്കുന്ന ഒരു സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. അതായത് സ്നാക്കാണോ കൊണ്ടുപോകുന്നത്, എങ്ങനെയാണെങ്കിലും ബിസ്ക്കറ്റ് അല്ലെങ്കിൽ ബേക്കറി സാധനമാണ് സ്നാക്ക് എന്നുള്ളൊരു നോർമൽസി നമ്മൾ പാരൻസും അതുപോലെ തന്നെ ഈ പരസ്യ കമ്പനിക്കാരും ഈ പ്രൊഡക്ട്സിൻ്റെയൊക്കെ ഉൽപ്പാദിപ്പിക്കുന്നവരെല്ലാം കൂടെ ചേർത്തൊരു ട്രെൻഡ് അങ്ങ് ഉണ്ടാക്കിയെടുത്തിരിക്കുകയാണ്. പക്ഷേ ഈ കുട്ടികൾക്ക്, ചെറിയ കുട്ടികൾക്ക്, ഇവർക്ക് ലോങ് ടേം ആയിട്ട് ഒരു കാലം ചെന്ന് പോകുമ്പോൾ അവരുടെ ഹെൽത്തിന് വളരെ മോശം ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് ഈ ബാഡ് സ്നാക്കിങ് അല്ലെങ്കിൽ അൺഹെൽത്തി സ്നാക്കിങ് എന്ന് പറയുന്നത്. കാരണം നമ്മൾ ഈ ബിസ്ക്കറ്റിൻ്റെയും കേക്കിൻ്റെയൊക്കെ പുറകിൽ അതിൻ്റെ കെമിക്കൽ കണ്ടൻസ് എഴുതിയിട്ടുണ്ട്. കളേഴ്സായിട്ടും പ്രിസർവേറ്റീവായിട്ടും ഒക്കെ ആഡ് ചെയ്തിട്ടുള്ള കണ്ടൻസ് ഒന്ന് വായിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, വളരെ ചെറിയ എമൗണ്ടിലാണെങ്കിലും അത് നമ്മുടെ ശരീരത്തിനൊട്ടും നല്ലതല്ലാത്ത കെമിക്കൽസാണ് ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ടാവുക. അതുപോലെ തന്നെ ഇവർ ചെറിയ ക്വാണ്ടിറ്റിയിൽ ഒരു ദിവസമല്ല കഴിക്കുന്നത്. കാരണം മിക്കവാറും സ്കൂളിൽ പോകുന്ന ദിവസങ്ങളിലൊക്കെ ഇവർ ഇത് തന്നെയാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ വീട്ടിൽ നിൽക്കുന്ന ദിവസം പലപ്പോഴും ഇതൊക്കെ തന്നെ ആയിരിക്കും കഴിക്കുന്നത്. അപ്പോൾ ഇതൊരു മോശമായിട്ടുള്ളൊരു ട്രെൻഡാണ് ഈ അൺഹെൽത്തി സ്നാക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ LKG പുതിയതായിട്ട് പോകുന്ന കുട്ടികൾക്കാണെങ്കിൽ ദയവ് ചെയ്ത് അങ്ങനെ ഒരു ട്രെൻഡ് നിങ്ങൾ ഉണ്ടാക്കരുത്. ഇതൊരു നോർമൽ സംഭവമല്ല. ഈ ബിസ്ക്കറ്റും ചോക്ലേറ്റും ഇതൊക്കെ കഴിക്കുന്നത് നമ്മൾ മനുഷ്യന്മാർക്ക് നോർമലി ആയിട്ടുള്ളൊരു കാര്യമല്ല. വല്ലപ്പോഴും കഴിക്കുന്ന പോലല്ലോ. ഇത് ഇവർ സ്ഥിരമായിട്ട് സ്കൂളിൽ പോകുമ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ പുതിയതായിട്ട് സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് ദയവ് ചെയ്ത് അങ്ങനെ ഒരു ട്രെൻഡ് ഉണ്ടാക്കാണ്ട് നിങ്ങൾ വീട്ടിലുണ്ടാക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് തന്നെ കൊടുത്തു വിടുക, അല്ലെങ്കിൽ ഫ്രൂട്ട്സോ ഡ്രൈ ഫ്രൂട്ട്സോ എന്തെങ്കിലും കൊടുത്തു വിട്ട് കഴിഞ്ഞാൽ അവരത് അതാണ് നോർമൽ എന്ന് വിചാരിച്ച് അവരത് കഴിച്ചോളും. പിന്നെ അതൊരു ട്രെൻഡ് അത് മാറുകയുമില്ല. ഇനി ഓൾറെഡി സ്കൂളിൽ കൊണ്ടുപോകുന്ന കുട്ടികളാണ് ഇങ്ങനെയുള്ള സ്നാക്സാണ് കൊണ്ടുപോകുന്നതെങ്കിൽ അവർക്ക് 1-2 ദിവസം ഇനീഷ്യലി ഇത് മാറ്റി ഹെൽത്തി സ്നാക്സ് നിർബന്ധമായി കഴിക്കണം എന്നുള്ള രീതിയിൽ അത് കൊടുത്തു വിടുക. ക്രമേണ അവർ ചിലപ്പോൾ അതുമായിട്ട് അഡാപ്റ്റ് ചെയ്ത് ആ ഒരു അൺഹെൽത്തി ഹാബിറ്റ് മാറ്റി ഒരു ഹെൽത്തി സ്നാക്കിങ്ങിലേക്ക് മാറും. അതേപോലെ തന്നെ ഒരു കുട്ടിയോ 2 കുട്ടിയോ കൊണ്ടുവന്നിട്ട് കാര്യമില്ല. ആ ക്ലാസ്സിലെ മുഴുവൻ പേരൻസിൻ്റെ അടുത്ത് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് മൊത്തത്തിലത് മാറിയാൽ മാത്രമേ അത് ആ ഒരു ട്രെൻഡ് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റൂ. പക്ഷേ ചെറിയൊരു കാര്യമാണെന്ന് നിങ്ങൾക്ക് തോന്നുമെങ്കിലും ഇതൊരു ലോങ് ടേം ബെനിഫിറ്റ് വളരെ വലുതായിരിക്കും. കാരണം കുട്ടികളുടെ ഓവറോൾ ഹെൽത്ത് ഓവർ ടൈം ഒരേ സമയം കൊണ്ട് വളരെ മോശമാക്കാൻ സാധ്യതയുള്ളൊരു കാര്യമാണ് ഈ അൺഹെൽത്തി സ്നാക്കിങ്. അപ്പോൾ ദയവായിട്ട് ഈ ഒരു പോയിന്റ് ശ്രദ്ധിക്കുക. താങ്ക് യു.